ഡോജി എന്ന ബ്രാൻഡിന്റെ ഡോജി S200 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി S200 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിന്റെ ബാറ്ററിയാണ്. 10100 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ഫോണുകളിൽ 5000 മാക്സിമം 6000 mAh ബാറ്ററിക്കാണ് വരാറ്. പക്ഷെ 10100 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് MIL-STD810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത് ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ IP69 K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ബിൽഡും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബാക്കിലായിട്ട് 1.32 ഇഞ്ചിന്റെ റൗണ്ട് ഷേപ്പുള്ള ഒരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാം ഒക്കെ വരുന്നുണ്ട്. അത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 20 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടോട്ടലായിട്ട് 32 GB റാം ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 100 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒരു 20 MP നൈറ്റ് വിഷൻ ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 2 MP മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന്റെ കാര്യത്തിൽ mediatek dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു ഫോൺ ഏകദേശം 28,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 256 GB ഇന്റേണലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഗ്രേ, സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു 28,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ച്വൽ ഡിസൈൻ. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 2 ഡിസ്പ്ലേ ഉണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. മെയിനായിട്ടുള്ള കാര്യം AMOLED ഡിസ്പ്ലേയും വരുന്നില്ല, പഞ്ച്വൽ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ $339.99 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 28,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2 ഡിസ്പ്ലേ, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ല IP റേറ്റിംഗ്, നൈറ്റ് വിഷൻ ക്യാമറ, പിന്നെ 10100 mAh ബാറ്ററി. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പ്രോസസ്സർ തിരക്കില്ലാത്ത പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിന്റെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പം ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ളൊരു ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെയിൻ ഡിസ്പ്ലേ അത്ര മികച്ചതല്ല. എനിക്ക് ബാറ്ററിക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.